വണ്ടിയിൽ നിന്നിറങ്ങിയ ഡേവിഡ് ഡാനിയുടെ അരികിലേക്ക് നടന്നു. കൂടെ ഒരു വക്കീലും ഉണ്ട്. ഡേവിഡ് ടോണിയുമായി പോലീസ് സ്റ്റേഷനകത്തേക്ക് നടന്നു. പിന്നാലെ വക്കീലും. 3 കോൺസ്റ്റബിളുമാർ ഡേവിയെ കണ്ടത് ബഹുമാനത്തോടെയും നന്ദിയോടെയും നോക്കിയതും ഡേവിഡ് തിരിച്ച് അവരെ നോക്കി. ഡേവിഡ് അകത്ത് കയറുമ്പോൾ SI മോഹൻകുമാർ ലോക്കപ്പിനുള്ളിൽ കിടക്കുന്ന മറ്റൊരു പ്രതിയെ അയാളുടെ കൈ തരിപ്പ് മാറുന്നതുവരെ ഇടിച്ച് പരത്തുന്നുണ്ട്. ശേഷം തൻ്റെ നെറ്റിയിലെ വിയർപ്പ് അമർത്തി തുടച്ചു. തൻ്റെ കസേരയിൽ വന്നിരുന്നു. കോഴിത്തൂവൽ ചെവിയിലിട്ട് കറക്കി പുളകം കൊള്ളുകയാണ്. ഇതൊക്കെയും കണ്ടുകൊണ്ടാണ് ഡേവിഡ് അങ്ങോട്ട് വരുന്നത്. SI മോഹൻകുമാറിനെ കണ്ടതും ടോണിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഈ SI തന്നെയായിരുന്നു പാലമറ്റത്ത് വന്ന് ആൽബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും. ഡേവിഡിനെയും ടോണിയെയും കണ്ടതും SI മോഹൻകുമാർ പുച്ഛം വാരി വിതറി. വരണം വരണം, ഈ വരവേ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു. അഡ്വക്കേറ്റ് ഡേവിഡ് ജോൺ കുരിശിങ്കൽ ആൻഡ് ടോണി ജേക്കബ്. അല്ല, വക്കീൽ സാറിൻ്റെ അനിയനാണ് ഇതെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ തന്തപ്പടി രണ്ടായി? വക്കീൽ സാറിൻ്റെ അമ്മ ഇവൻ്റെ അപ്പൻ്റെ കൂടെ ഒളിച്ചോടി പോയതാ? ആ അകത്ത് കിടക്കുന്നവൻ്റെ തന്ത ഇനി മറ്റു വല്ലവരും ആണോ? ശരിക്കും വക്കീൽ സാറിൻ്റെ അമ്മ എത്ര കെട്ടി? മോഹൻകുമാറിൻ്റെ പരിഹാസം കലർന്ന ചോദ്യം കേട്ടതും ഡേവിഡ് മുഷ്ടി ചുരുട്ടി പിടിച്ചു അവൻ്റെ മുഖത്തേക്ക് ഇടിച്ചതും അവൻ്റെ ചുണ്ട് പൊട്ടി ചോര വന്നിരുന്നു. എടാ, നീ എന്നെ ഇടിക്കുമല്ലേ, നിനക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞ ദേഷ്യത്തോടെ ആൽബിയെ പൂട്ടിയ സെല്ല് തുറന്നു. ആൽബി ഇടിക്കാൻ തുടങ്ങി. ഡേവിഡ് കുറച്ചുനേരം ഇത് കണ്ടു നിന്നുവെങ്കിലും അവസാനം സമനില നഷ്ടപ്പെട്ട ഡേവിഡ് സെല്ലും തുറന്ന് അകത്ത് കയറി ആ SIയെ പിടിച്ച് തള്ളി. അതേസമയം SI ഡേവിഡ്ക്ക് നേരെ തിരിഞ്ഞുവെങ്കിലും ആ നിമിഷം ഡേവിഡ് അയാളുടെ കഴുത്ത് പിടിച്ചു ഞെരിച്ചു. അയാൾക്ക് ഒന്നനങ്ങാൻ പോലും ആയില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഇനി ഇവൻ്റെ ദേഹത്ത് നീയോ ഇവിടെ ആരെങ്കിലും കൈവച്ച നാളത്തെ സൂര്യോദയം കാണാൻ നീയോ അവന്മാരോ ബാക്കിയുണ്ടാവില്ല. എൻ്റെ പിള്ളേരെ ഈ പരിസരത്ത് തന്നെയുണ്ട്. നീ ഇവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം അവർ നിന്നെ എത്തേണ്ടിടത്ത് എത്തിച്ചിരിക്കും. ഡേവിഡ് അങ്ങനെ വെറും വാക്ക് പറയാറില്ല. മാറി നിൽക്കട പോന്ന. അത്രയും പറഞ്ഞ ഡേവിഡ് SIയെ പിടിച്ചു തള്ളി. SI തൻ്റെ കഴുത്തും താങ്ങി പിടിച്ചു അവിടെ നിന്ന് ഇറങ്ങി നടന്നു. SIയുടെ അടികൊണ്ട് ആൽബി ആകെ അവശനായിരുന്നു. ആൽബി ഡെവിയുടെ മുഖത്ത് നോക്കാനാവാതെ തല താഴ്ത്തി നിൽപ്പാണ്. തൻ്റെ തോളിൽ അമർന്ന കരസ്പർശം അറിഞ്ഞതും ആൽബി തല ഉയർത്തി നോക്കി. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. ഇനി ആരും നിന്നെ തൊടില്ല. ഡേവിഡ് അത്രയും പറഞ്ഞു നിർത്തി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കെതിരെ ആരോപിച്ച കുറ്റങ്ങളിൽ എനിക്കൊരു പങ്കുമില്ല. ആരൊക്കെയോ ചേർന്ന് എന്നെ കുടുക്കിയതാ. ഡെവിയുടെ കരം കവർന്ന് തൻ്റെ മുഖത്തോടടുപ്പിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. അതെനിക്കറിയാടാ. നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? ഒന്നുമില്ലേലും നീ ഒരു ഡോക്ടറല്ലേ. ജീവിതമാകുമ്പോൾ ഇതുപോലെ ചിലതൊക്കെയും ഫേസ് ചെയ്യേണ്ടി വരും. നീ ആ കണ്ണു തുടച്ചേ. ഡെവിയുടെ സ്വരം ഇടറി തുടങ്ങി. അത് കേട്ടതും ആൽബി കണ്ണു തുടച്ചു ചിരിക്കാൻ ശ്രമിച്ചു. ഇന്ന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. നാളെ കോർട്ടിൽ ഹാജരാക്കും. ഒരുപക്ഷെ തെളിവുകളൊക്കെയും നാളെ നിനക്ക് എതിരായി നിന്നേക്കാം. ഒറ്റ ദിവസം കൊണ്ട് നീയല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല. നാളെ നിനക്ക് ജാമ്യം കിട്ടിയെന്നും വരില്ല. പിന്നീട് കേസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കും. അത്രയും ദിവസം നിന്നെ പോലീസ് കസ്റ്റഡിയിലും വെക്കും. കോടതിയിൽ നിന്നും പല വിധത്തിലുള്ള ചോദ്യങ്ങളും വരാം. ശ്രദ്ധിച്ചുത്തരം പറയണം. ഒരിക്കലും നീ തളരാൻ പാടില്ല. എന്ത് വന്നാലും നിന്നെ ഞാൻ പുറത്തിറക്കും. അത് മാത്രം ഓർത്താൽ മതി. ഡേവിഡ് തൻ്റെ തള്ളവിരൽ കൊണ്ട് ആൽബിയുടെ ചുണ്ടിലെ ചോര ഒപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ടോണി പുറത്ത് നിൽക്കുക. മമ്മയെ ഓർത്തുള്ള സങ്കടം വേണ്ട. ആളിപ്പോൾ ഓക്കെയാ. അത്രയും പറഞ്ഞ് ഡേവിഡ് ആൽബിയുടെ തോളിൽ തട്ടി നടക്കാനൊരുങ്ങവേ പിന്നിൽ നിന്നും ആൽബിയുടെ വിളി വന്നു. ഇച്ചായ. ആ വിളിയിൽ സ്നേഹവും സങ്കടവും കുറ്റബോധവും എല്ലാം കലർന്നിരുന്നു. ആ വിളി കേട്ടതും ഡേവിഡ് തിരിഞ്ഞു നോക്കി. ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ. എനിക്ക് വല്ലാത്തൊരു പേടി പോലെ. ഒരു ധൈര്യത്തിന് വേണ്ടിയാ. ആൽബിയ പറഞ്ഞതും ഡേവിഡ് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ട് ചെറുചിരിയാലെ അവനെ തന്നെ ഒന്ന് നോക്കി നിന്നതും ആൽബി ഡെവിയെ ഇറുകെ പുണരുകയായിരുന്നു. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഡേവിഡ് ജോണിന് മുന്നിൽ ഞാൻ തോറ്റുപോയി. രക്തബന്ധത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോയി. നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെന്ന മനുഷ്യന് മുന്നിലും ഞാൻ തോറ്റുപോയി. സ്നേഹം കൊണ്ട് നിങ്ങളെന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഓരോ വാക്കും ഇന്നെൻ്റെ ഹൃദയം കീറി മുറിക്കുന്നുണ്ട്. എൻ്റെ ഇച്ഛായനെ തിരിച്ചറിയാൻ വൈകിപ്പോയി. മാപ്പ്. എന്നെ വെറുക്കരുത്, എന്നെ ശപിക്കരുത്. അത്രയും പറഞ്ഞപ്പോഴേക്കും ആൽബി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. എന്താടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ കരയുന്നു. അങ്ങനെ ശപിക്കാനും വെറുക്കാനും പറ്റുമായിരുന്നേ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു. നീ അന്നും ഇന്നും എന്നും എൻ്റെ അനിയൻ തന്നെയാ.
നീ പറഞ്ഞതൊക്കെയും ഞാൻ അപ്പോഴേ മറന്നു കളഞ്ഞിരുന്നു. അത് പറയുമ്പോൾ ഡേവിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു. ഇനിയും ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ആൽബിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവൻ്റെ കവിളിൽ തട്ടി ധൈര്യമായിരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നിറയാൻ വെമ്പുന്ന തൻ്റെ മിഴികളെ ശാസിച്ചു നിർത്തി ഡേവി അവിടെ നിന്ന് ഇറങ്ങി. അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയതും സെല്ലിനകത്ത് നിൽക്കുന്ന ആൽബിയുടെ നിൽപ്പ് അവനെ വേദനിപ്പിച്ചു. കൂടുതൽ നേരം അത് കണ്ടു നിൽക്കാനാവാതെ ഡേവി അവിടെ നിന്ന് നടന്നു നീങ്ങി. ആ നേരം ടോണി സെല്ലിന് വെളിയിൽ നിന്നുകൊണ്ട് ആൽബിയോട് സംസാരിച്ചു. ഡേവിഡ് ഏർപ്പാടാക്കിയ വക്കീൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ SI തള്ളിക്കളഞ്ഞു. പിന്നീട് അയാളോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഡേവിഡ് പുറത്തിറങ്ങി. അവർ പോയെന്ന് ഉറപ്പുവരുത്തിയ SI തൻ്റെ ഫോണെടുത്ത് അല്പം മാറി നിന്ന് ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതോടടുപ്പിച്ചു. ഇത് ഞാനാ, സാറ് പറഞ്ഞാൽ മുതലേ ഇപ്പം ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ എനിക്കിട്ട് 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്തു. എല്ലാം കൂടി ചേർത്ത് ഞാൻ അവൻ്റെ അനിയന് തിരിച്ചു കൊടുത്തപ്പോൾ അവനെൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു. എന്തൊരു പിടി അവൻ പിടിച്ചത്. കഴുത്ത് ഉളിക്കിയെന്നാ തോന്നുന്നേ. നിങ്ങൾ തന്ന നക്കാപ്പിച്ച കൊണ്ടൊന്നും ഈ കേസ് മുന്നോട്ട് പോവില്ല സാറേ. അവൻ്റെ ഇടികൊണ്ട് ചത്ത എൻ്റെ കൊച്ചുങ്ങൾക്ക് അച്ഛനില്ലാതെ വരും. അതുമല്ല, നിങ്ങളുടെ വാക്കും കേട്ട് FIRലെ ഞാൻ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചതെന്നേ എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് പറഞ്ഞതിനേക്കാളും കൂടുതൽ കിട്ടിയാലേ ഈ കേസ് നമ്മൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ സാറെന്നെ വിട്ടേക്ക് സാറേ. എന്തോ? ആ മതി മതി മതി, അത് മതി. നമുക്കൊന്ന് മീറ്റ് ചെയ്യണമല്ലോ സാറേ. ആ നാളെ മതി. ഇല്ല, അവൻ ഇനി പുറം ലോകം കാണാത്ത രീതിയിലല്ലേ ഞാൻ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ച് തിരിയുമ്പോഴാണ് തൻ്റെ പിന്നിലായി മാറിൽ കൈ പിണച്ചു കെട്ടി നിൽക്കുന്ന ഡെവി അവൻ കാണുന്നത്. ആ മുഖത്തെ ഭാവം കണ്ടാലറിയാം എല്ലാം കേട്ടിട്ടുണ്ടെന്ന്. മോഹൻ്റെ മുഖം വിളറി വെളുത്തു. നീയും നിന്റെ മറ്റവന്മാരും ഒത്തുകളിക്കുന്നതാണെന്നേ എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഇനി നിന്റെ സാറ് വിളിച്ചാൽ പറഞ്ഞേക്ക്, ഡേവിഡ് ജോണിൻ്റെയും അനിയന്മാരുടെയും ഒരു രോമത്തിൽ പോലും തൊടാൻ അവന്മാർ വളർന്നിട്ടില്ലെന്ന്. പിന്നെ ഞാനിപ്പോൾ വന്നതേ താൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ മമ്മ വല്ലോരുടെയും കൂടെ ഒളിച്ചോടിപ്പോയതാണോന്ന്. തൻ്റെ തള്ള വല്ലോരിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് വെച്ചേ ലോകത്തിലെ എല്ലാ തള്ളമാരും അങ്ങനെ ആവണമെന്നില്ല. ഈ കേസൊന്ന് കഴിഞ്ഞോട്ടെ, നിനക്കുള്ളത് അത് ഞാൻ തരുന്നുണ്ട് എന്നും പറഞ്ഞ് ഡേവിഡ് SIയെ വല്ലാത്ത ഭാവത്തിൽ നോക്കി അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ട SI ചെറുതായി ഭയന്നു പോയിരുന്നു. ഡേവിഡ് വീട്ടിലെത്തുമ്പോഴേക്കും രാത്രി 8 മണി ആയിരുന്നു. നിലയുടെ അച്ഛനും അമ്മയും പോകുമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു. സ്പെയർ കീ കയ്യിലുള്ളതുകൊണ്ട് നിലയെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. ഡോറും തുറന്ന് അകത്ത് കയറി. അവൻ മുറിയിലെത്തിയപ്പോഴേക്കും നില മയക്കത്തിലായിരുന്നു. അവൻ അവളുടെ അരികിൽ വന്നിരുന്നു. മുടിയിലൂടെ വിരലൊടിച്ചതും അത് തിരിച്ചറിഞ്ഞെന്ന പോലെ അവൾ കണ്ണു തുറന്നു അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവളാകെ ക്ഷീണിച്ചു പോയെന്ന് അവന് തോന്നിപ്പോയി. 2 ദിവസമായിട്ട് അവളെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. ശേഷം അവളോട് ചേർന്ന് കിടന്നു. ഇരുവരും മുഖത്തോട് മുഖം നോക്കി കിടപ്പുണ്ട്. അവൻ്റെ കണ്ണുകളിലെ നിരാശയും ദുഃഖത്തിൻ്റെ ആഴവും അവൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ആൽബിച്ചായന് ജാമ്യം കിട്ടിയോ? അവൾ അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, നാളെ കോർട്ടിൽ ഹാജരാക്കും. നിങ്ങളാണോ കേസ് വാദിക്കുന്നത്? അവൻ നേർമയായി മൂളി. ടെൻഷനുണ്ടോ? ചെറുതായി. എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഒരു പിടുത്തവുമില്ല. ഇച്ചായ, ഇങ്ങനെ ടെൻഷനാവാതെ. എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല. സമാധാനമായിരിക്കൂ. അവനൊന്ന് മൂളി. അവരൊക്കെ പോയല്ലേ? ദേവി ചോദിച്ചു. പോയി. വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. നിങ്ങളെ കണ്ടിട്ട് പോവാന്ന് കരുതി നിന്നതായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് കരുതി പോവുകയായിരുന്നു. അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയെ. അമ്മക്ക് എന്നെ തനിച്ചിട്ട് പോവാൻ ഒട്ടും മനസ്സിലായിരുന്നു. അമ്മ കൂടെ വേണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. അച്ഛന് പോവാതിരിക്കാൻ പറ്റില്ല. അച്ഛനാണെങ്കിൽ അമ്മയില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. പിന്നെ വിച്ചു, അവനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? അവൻ്റെ കാര്യം കൂടി ഞാൻ നോക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. നീ വല്ലതും കഴിച്ചോ? അവൻ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ട ഇച്ചായ, ഒന്നിൻ്റെയും മണം ശരിയാവുന്നില്ല. അടുക്കളയിലോട്ട് പോവാനേ തോന്നുന്നില്ല. നാളെ മുതലേ അന്നമ്മ ചേച്ചിയെ വരാൻ പറയണം. അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ടവൾ പറഞ്ഞു. ശരി, ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്തെങ്കിലും ജ്യൂസ് കൊണ്ടുവരാം. എനിക്കും ഫുഡൊന്നും വേണമെന്നില്ല. ഇന്നൊന്നും ഇറങ്ങില്ല. ഞാൻ പോയി അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഡേവിഡ് എഴുന്നേറ്റ് നടന്നു. കുറച്ച് കഴിഞ്ഞതും അവൾക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി വരികയും അവളെ നിർബന്ധിച്ച് അത് കുടിപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം ക്രിസ്റ്റിയും എഡ്വിനും ഈ സന്തോഷം ഒരുമിച്ച് ആഘോഷിക്കുകയായിരുന്നു. ഡേവിഡിനും ആൽബിക്കും ഒരുമിച്ച് പണി കൊടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് എഡ്വിൻ. തൻ്റെ അനിയന് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുത്തവൻ്റെ അനിയന് താൻ ഒരു കൊലക്കയർ വാങ്ങിച്ചു കൊടുക്കുന്നേ എഡ്വിൻ നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചതാണ്.
ആ നേരത്താണ് ക്രിസ്റ്റിയുടെ നമ്പറിലേക്ക് വേണിയുടെ കോൾ വരുന്നത്. ഇത് വലിയ ശല്യമായല്ലോ. വല്ലോറിനും കൂടെ കിടന്നിട്ട് വയറ്റിലുണ്ടാക്കിയിട്ട് ഇപ്പം എനിക്ക് വിളിക്കുന്നോ? ക്രിസ്റ്റി പിറുപിറുത്തുകൊണ്ട് കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. നിനക്ക് അവളെയും മടുത്തു അല്ലേ? എഡ്വിൻ ചെറുചിരിയാലെ ചോദിച്ചു. മടുക്കാതിരിക്കാൻ അവള് ഒന്നാന്തരമായിട്ടൊന്നും അല്ലല്ലോ, ഒരു ആവറേജ് അത്രയേ ഉള്ളൂ. അവൻ്റെ ഭാര്യ ആയിരുന്നേൽ നമുക്കൊരിക്കലും മടുപ്പ് തോന്നില്ലായിരുന്നു. എന്താ അവളുടെ സൗന്ദര്യം! ഒരു നാൾ അവളെൻ്റെ കൈ പെടും. ഡേവിഡ് ജോണിന് അറിയില്ലല്ലോ, അന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇക്കാര്യത്തിൽ എൻ്റെ കഴിവ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ടെന്ന്. ലക്ഷങ്ങൾ ആ സർജറിക്ക് മുടക്കിയേ. അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് അവൻ്റെ പെണ്ണിനെ ഒന്നറിയണമെന്ന്. അതും പറഞ്ഞ് ക്രിസ്റ്റി വന്യമായി ചിരിച്ചു. ഒപ്പം എഡ്വിനും. പിറ്റേന്ന് രാവിലെ ആൽബിയെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ആൽബിക്ക് വേണ്ടി ഡേവിഡാണ് കേസ് വാദിക്കുന്നത്. എതിർഭാഗത്ത് വരുന്നത് ഒരു പ്രശസ്തനായ ക്രിമിനൽ ലോയറായിരുന്നു. ആൽബിക്കെതിരെ ശക്തമായ തെളിവുകൾ എതിർഭാഗം വക്കീൽ കോടതിയിൽ സമർപ്പിച്ചു. അശ്വതി എന്ന നഴ്സ് ആൽബിക്കെതിരെ സമർപ്പിച്ച റേപ്പ് കേസ് ശരിവെക്കുന്ന രീതിയിൽ മരിക്കുന്നതിന് മുൻപ് അശ്വതി സ്വന്തം കൈപ്പടയിൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച പരാതി എതിർഭാഗം വക്കീൽ കോടതിയിൽ ഹാജരാക്കി. നവംബർ 8 തീയതി രാവിലെ 12 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ താൻ ആൽബിയുടെ കൂടെ ഹോട്ടൽ റോയൽ സ്റ്റേയിൽ ഉണ്ടായിരുന്നുവെന്നും ചുമ്മാ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് തന്ന് തന്നെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു ആ പരാതിയിൽ പറയുന്നത്. ഇത് ശരിവെക്കും വിധത്തിൽ റോയൽ സ്റ്റേ റിസപ്ഷനിസ്റ്റ് കോടതിയിൽ മൊഴി നൽകി. ആൽബി ഹോട്ടലിൽ 12 മണിക്ക് ഒരു പെണ്ണുമായി വന്ന് മുറിയെടുത്തെന്നും അന്ന് രാത്രി തന്നെ റൂം വെക്കേറ്റ് ചെയ്തെന്നും പറയുകയായിരുന്നു. ശേഷം അതിനുള്ള എവിഡൻസും കൂടി കാണിച്ചു. CCTV ദൃശ്യങ്ങളും റിസപ്ഷൻ റെക്കോർഡ്സിലെ ആൽബിയുടെ പേരും ഒപ്പും ഹാൻഡ് റൈറ്റിങ്ങും സിഗ്നേച്ചറും കറക്റ്റായി ആൽബിയുടേതുമായി മാച്ച് ആവുന്നുണ്ട്. അന്നത്തെ CCTV ഫൂട്ടേജിൽ അശ്വതിയുടെ മുഖം വ്യക്തമാണ്. ഒരു പുരുഷൻ റിസപ്ഷനിസ്റ്റുമായി സംസാരിക്കുന്നതും റെക്കോർഡ്സിൽ പേരെഴുതുന്നതും കാണാം. തൊട്ടരികിൽ നിൽക്കുന്ന അശ്വതിയുടെ മുഖം വ്യക്തമാണ്. പുരുഷന്റെ മുഖം കാണുന്നില്ലെങ്കിലും ആൽബിയുടെ കൈയക്ഷരവും ഒപ്പും മാച്ച് ആയപ്പോൾ അത് ആൽബി ആണെന്ന് കോടതി ഉറപ്പിച്ചു. അതിൻ്റെ കൂടെ ആൽബിയുടെ ആധാർ കാർഡ് കൂടി കോടതിയിൽ അവർ ഹാജരാക്കി. റൂം വെക്കേറ്റ് ചെയ്യാൻ നേരം തിരികെ വാങ്ങാൻ ആൽബി മറന്നുപോയതാണെന്നും അയാൾ പറഞ്ഞു. അതിനു പുറമെ ആൽബി വർക്ക് ചെയ്യുന്ന മെഡിക്കെയർ ഹോസ്പിറ്റലിലെ നഴ്സ് സുജയും ആൽബിക്കെതിരായി മൊഴി കൊടുത്തു. താനും മരിച്ചുപോയ അശ്വതിയും നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും ആൽബി നഴ്സ് അശ്വതിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും അത് സത്യസന്ധമായ പ്രണയമാണെന്ന് അശ്വതി കരുതിയെന്നും അത് ആൽബി ശരിക്കും മുതലെടുത്തെന്നും സുജ പറഞ്ഞു. അന്ന് ആൽബി ഹോട്ടലിലേക്ക് വിളിപ്പിച്ച കാര്യം അശ്വതി തന്നോട് പറഞ്ഞിരുന്നുവെന്നും താൻ പോവരുതെന്ന് പറഞ്ഞിട്ടും അശ്വതി കേട്ടിരുന്നില്ല. ആൽബിയോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അശ്വതി അന്ന് അവിടെ പോയത്. 2 ദിവസം കഴിഞ്ഞാണ് അവൾ ചതിക്കപ്പെടുകയായിരുന്നെന്ന് അവൾ മനസ്സിലാക്കുന്നത്. താൻ പറഞ്ഞിട്ടാണെന്ന് അവൾ പോലീസിൽ പരാതി കൊടുത്തത്. മരിക്കുന്നതിൻ്റെ തലേന്ന് അശ്വതി തന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു. പരാതി പിൻവലിച്ചില്ലേൽ അവളെ കൊന്നു കളയുമെന്നും ആൽബി ഭീഷണിപ്പെടുത്തിയെന്നും സുജ കോടതിയിൽ തുറന്നു പറയുകയുണ്ടായി. അതിൻ്റെ കൂടെ ബോഡി കിടന്നിരുന്ന കാട്ടുപ്രദേശത്ത് നിന്ന് കുറച്ചകലെയായിട്ടാണ് ആ ഒരു കർച്ചീഫ് കിട്ടിയിരിക്കുന്നതെന്നും SI മോഹൻകുമാർ വ്യക്തമാക്കി. അതിലുള്ള ഫിംഗർ പ്രിൻറ്റ് ആൽബിയുടേതുമായി മാച്ച് ആവുകയായിരുന്നു. ബോഡി അവിടെ ഉപേക്ഷിക്കാൻ നേരം അബദ്ധത്തിൽ വീണു പോയതാവാമെന്ന നിഗമനത്തിൽ കോടതി എത്തിച്ചേരുകയായിരുന്നു. ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും ഡെവിയുടെ പക്കലുണ്ടായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് കേസിൻ്റെ ഗതി മാറ്റിമറിക്കാനുള്ള വിശ്വാസമൊന്നും ഡെവിക്കില്ലായിരുന്നു. ഇതൊക്കെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അന്ന് അവിടെ അവൻ വന്നിരുന്നത് പോലും. അങ്ങനെ കോടതി സമയം കഴിഞ്ഞു. കേസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആൽബി അന്ന് തന്നെ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ജേക്കബും ടോണിയും പാപ്പച്ചനും വിസ്താരം കേൾക്കാൻ കോടതിയിൽ വന്നിരുന്നു. കേസ് കഴിഞ്ഞ് കോടതി മുറ്റത്തെത്തിയതും ഡേവിഡ് ജേക്കബിനെ ആശ്വസിപ്പിച്ചു. അന്നേരം തലയും താഴ്ത്തി നിൽക്കുന്ന പാപ്പച്ചനെ പുച്ഛത്തോടെ നോക്കാനും ഡേവിഡ് മറന്നില്ല. ആൽബിക്ക് ജാമ്യം കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അലീനയുടെ കരച്ചിൽ. ടീനയും അമ്മച്ചും കൂടി ആശ്വസിപ്പിക്കുകയായിരുന്നു. പിന്നീട് ടോണിയുടെ കൂടെ അവൾ പാലമറ്റത്തേക്ക് പോവുകയും ചെയ്തു. രാത്രിയിൽ ഡാനി തൻ്റെ അപ്പനോടും അമ്മയോടും ഇന്ന് കോടതിയിൽ നടന്നതൊക്കെ വിശദമായി പറയുകയായിരുന്നു. ഇതൊക്കെയും കേട്ട സെലിൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ കൊന്നോ കൊന്നില്ലയോ എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. പക്ഷെ റേപ്പ് നടന്നെന്ന് പറയുന്ന അന്നേ ദിവസം ആ സമയത്തൊക്കെയും തങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. 12 മണിക്ക് തങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലുണ്ട്, 1 മണി നേരത്തെ റെസ്റ്റോറൻറ്റിലും. ഫുഡ് കഴിഞ്ഞപ്പോൾ 1:30 മണിയോ. അത് കഴിഞ്ഞ് ഡാനിച്ചായനെ കണ്ട് പേടിച്ച് അവിടുത്തെ ഒരു മുറിയിൽ കയറിപ്പോയതും അവിടെ 5 മണിക്കൂർ നേരം കുടുങ്ങിയതൊക്കെയും അവളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി. തൻ്റെ കൂടെ ആ മുറിയിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ആൽബി എങ്ങനെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആ ഹോട്ടലിൽ റൂം എടുത്തു? സെലിൻ ചിന്തിച്ചു. അപ്പോൾ ഹോട്ടൽ ജീവനക്കാരൻ കാണിച്ച ആ തെളിവുകളോ? അതൊക്കെ കള്ളമാണെങ്കിലോ? പക്ഷെ ഇതൊക്കെ ആരോട് പറയും? ആലോചിക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കാൻ തോന്നി.
ഡാനിച്ചായനോട് പറഞ്ഞാൽ ഡാനിച്ചായൻ തെറ്റിദ്ധരിച്ചാലോ എന്നൊരു പേടി. രണ്ടും കൽപ്പിച്ച് അവൾ ഡെവിയെ വിളിക്കുകയായിരുന്നു. ഡേവിഡ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. വലിക്കുന്നത് നിലയ്ക്ക് ഇഷ്ടമില്ലെന്നറിയാം, പക്ഷേ മനസ്സിലെ ടെൻഷനും ഭാരവും അവനെക്കൊണ്ട് പഫടിപ്പിച്ചതാണ്. ഡെവിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് കണ്ടിട്ടാണ് നില ഫോണുമായി അവനരികിലേക്ക് വരുന്നത്. പഫടിക്കുന്ന ഡെവിയെ കണ്ടത് നിലയ്ക്ക് സങ്കടം തോന്നിയെങ്കിലും അവളൊന്നും പറയാതെ ഫോണും കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് പോയി. അത് മനസ്സിലാക്കി അവൻ സിഗരറ്റ് കളയുകയും ചെയ്തു. അപ്പോഴേക്കും കോൾ കട്ടായി. സെലിൻ്റെ നമ്പർ അവൻ്റെ കൈവശം ഇല്ലായിരുന്നു. അറിയാത്ത നമ്പർ ആയതുകൊണ്ട് ഡേവിഡ് തിരിച്ചു വിളിച്ചില്ല. അല്പസമയത്തിനകം സെലിൻ വീണ്ടും വിളിച്ചു. ഹലോ ഹലോ ഡെവിച്ചായ, ഇത് ഞാനാ സെലിൻ. സെലിനോ? എന്തായാലും കുഴപ്പമുണ്ടോ? ഡാനി അവിടെ എത്തിയില്ലേ? ഇല്ല ഡെവിച്ചായ, ഒരു കുഴപ്പമില്ല. ഡാനിച്ചായൻ നേരത്തെ എത്തി. എനിക്ക് ഡെവിച്ചായനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആൽബി ഡോക്ടറുടെ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം. ഞാൻ നാളെ രാവിലെ വീട്ടിലോട്ട് വന്നോട്ടെ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഡാനിച്ചായൻ അറിയരുത്. എല്ലാം ഞാൻ നേരിൽ പറയാം എന്ന് പറഞ്ഞ് സെലിൻ കോൾ അവസാനിപ്പിച്ചു. എന്തായിരിക്കും സെലിന് പറയാനുള്ള ആ പ്രധാന കാര്യം? ഡേവിഡ് ചിന്തിക്കാതിരുന്നില്ല. അവൻ വീണ്ടും ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങി. ഡേവിഡ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ നില ഉറക്കം പിടിച്ചിരുന്നു. അവളെ വിളിച്ചുണർത്താൻ നിൽക്കാതെ അവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. ശേഷം അവളുടെ വയറിലും. ശേഷം കുഞ്ഞിനൊരു ഗുഡ് നൈറ്റ് കൂടി പാസ് ചെയ്ത് അവളെ ബുദ്ധിമുട്ടിക്കാതെ അവളുടെ അരികിൽ വന്ന് കിടക്കുകയായിരുന്നു. കിടന്നു എന്നല്ലാതെ അവൻ ഉറക്കം വന്നതേയില്ല. മനസ്സിൽ നിറയെ ഒരുപാട് മുഖങ്ങളായിരുന്നു. ഒടുവിൽ എപ്പോഴോ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. സെലിൻ വിളിച്ച വിവരം ഡേവിഡ് നിലയെ അറിയിച്ചിരുന്നു. ഇരുവരും അവളുടെ വരവ് കാത്തിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും സെലിൻ അങ്ങോട്ട് വന്നു. ആൽബിയെ ആദ്യമായി കണ്ടത് മുതലുള്ള വിവരങ്ങളൊന്നും ഓരോന്നും അവൾ ഡെവിയോട് പറയുകയായിരുന്നു. താനും അവനും ആ റെസ്റ്റോറൻറ്റിലെ സ്റ്റോർ റൂമിൽ കുടുങ്ങിയതടക്കം അവൾ ഡെവിയോട് പറഞ്ഞു. അവൾ തൻ്റെ ഫോണിൽ എടുത്തു വെച്ച വീഡിയോയും ഫോട്ടോയും ഡെവിക്ക് കാണിക്കുകയായിരുന്നു. ടീനയ്ക്ക് കാണിക്കാൻ വേണ്ടി ടൈം സ്റ്റാമ്പ് ക്യാമറ ആപ്പിലായിരുന്നു അവൾ വീഡിയോ എടുത്തിരുന്നത്. വീഡിയോ പ്ലേ ആവുമ്പോൾ അതിൽ ടൈം, ഡേറ്റ്, ലൊക്കേഷനൊക്കെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയും കണ്ടതും നിലയും ഡെവിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഡെവിച്ചായ, സത്യമായിട്ടും ഞങ്ങൾ തമ്മിൽ മറ്റൊരു റിലേഷനും ഇല്ല. അന്ന് ഡാനിച്ചായൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറിയത്. ഇതൊക്കെ അറിഞ്ഞാൽ ഡാനിച്ചായനെ എന്നെ തെറ്റിദ്ധരിക്കും. പക്ഷേ ആ ഡോക്ടർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടരുതെന്ന് തോന്നി. അതാണ് ഞാൻ ഡെവിച്ചായനോട് ഇക്കാര്യം പറഞ്ഞത്. അത് പറയുമ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. നില അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നീ ചെയ്തിരിക്കുന്നതേ ഒരു വലിയ കാര്യമാണ്. ഇത് മതി എനിക്ക് മുന്നോട്ട് കരുക്കൾ നീക്കാൻ. നിന്റെ ഡാനിച്ചായൻ നിന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. മറ്റാരേക്കാളും ആൾക്ക് നിന്നെ വിശ്വാസമാണ്. ആളതെ ഇവിടെ തന്നെയുണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഡെവി ചൂണ്ടിയ ഭാഗത്തേക്ക് സെലിൻ നോക്കി. അകത്തുനിന്ന് വരുന്ന ഡാനിയെ കണ്ടതും സെലിൻ പേടിയോടെ ഡാനിയെന്ന് നോക്കി. തൻ്റെ അരികിലെത്തിയ ഡാനിയെ നോക്കാനാവാതെ സെലിൻ മിഴികൾ താഴ്ത്തിയതും ഡാനി അവളുടെ ചെവിക്ക് പിടിച്ചു. ആ നിമിഷം അവൾ നിറകണ്ണുകളോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീഴുകയായിരുന്നു. ഡാനിച്ചായ, ഞാൻ തന്ന വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല. വാക്കിന് വില കൽപ്പിക്കുന്നവളാ ഈ സെലിൻ. വാക്കാണ് ഏറ്റവും വലിയ സത്യമെന്ന് മൊയ്തീൻ പറഞ്ഞത് ചുമ്മാതല്ല. ഇച്ചായൻ ചൂണ്ടിക്കാട്ടിയ ആളെ മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ. നമുക്ക് ഈ ലവൊന്നും സെറ്റാവില്ലെന്ന്. സെലിൻ ഒരേ നിമിഷം കരയുകയും ചിരിക്കുകയും ചെയ്യുകയായിരുന്നു. ആ നിമിഷം ഡാനിയുടെ കണ്ണ് നിറഞ്ഞു. സെലിൻ നൽകിയ വിവരങ്ങൾ മതിയായിരുന്നു ഡെവിക്ക് മുന്നോട്ട് പോവാൻ. അവൻ കേസ് വിശദമായി പഠിക്കുകയായിരുന്നു. നിലയെ അവളുടെ വീട്ടിലാക്കി രാവെന്നോ പകലെന്നോ ഇല്ലാതെ കേസിന് ആസ്പദമായിട്ടുള്ള ഓരോ തെളിവുകളും ഡേവിഡ് കണ്ടെത്തുകയായിരുന്നു. അവൻ്റെ ഇടവും വലവും അലോഷിയും ഡാനിയുണ്ട്, ഒപ്പം ടോണിയും. നാളെയാണ് ആൽബിയുടെ കേസിൻ്റെ പുനർവിസ്താരം നടക്കുന്നത്. ഡേവിഡ് ഉറക്കമൊഴിച്ച് കേസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പൂർണ്ണമായി ഈ കേസ് വിജയിക്കുമെന്ന് അവന് ഒരു ഉറപ്പില്ലായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഡേവിഡ് കോൾ അറ്റൻഡ് ചെയ്തു. മറുപുറത്ത് നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേൾക്കാം. കുറച്ച് കഴിഞ്ഞ് ഡേവിഡ് കോൾ ഡിസ്കണക്ട് ചെയ്തു. വീടും പൂട്ടി അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കോടതിയിലേക്ക് ഇറങ്ങാൻ നേരം ഡേവിഡ് നിലയ്ക്ക് കോൾ ചെയ്യുകയാണ്. ഹലോ ഇച്ചായ, ഇറങ്ങാറായോ? ഇപ്പോൾ ഇറങ്ങും. അതിനു മുൻപ് നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. നില, കുറച്ച് നാളായിട്ട് നിന്നോട് സംസാരിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. ഐ ആം റിയലി സോറി. എനിക്ക് മനസ്സിലാവും. അതോർത്ത് ഇച്ചായ മനസ്സ് വിഷമിപ്പിക്കേണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നില പറഞ്ഞു. എൻ്റെ മോളോ? ആളെൻ്റെ വയറ്റ് സുഖമായിരിപ്പുണ്ട്. അതോർത്തേ ഇയാൾ ടെൻഷനാവേണ്ട. ഇന്ന് കോർട്ടിൽ പൊളിച്ചെടുക്കണം. ഡേവിഡ് ജോണിൻ്റെ മാസ് പെർഫോമൻസ് കാണാൻ വരണമെന്ന് കരുതിയതാ. പക്ഷേ എന്ത് ചെയ്യാൻ, ജൂനിയർ ഡേവിഡ് സമ്മതിക്കണ്ടേ? നിലയിൽ കുസൃതി നിറഞ്ഞു. നിലയുടെ പറച്ചിൽ കേട്ട് ഡെവി അറിയാതെ ചിരിച്ചു പോയിരുന്നു. ആ ചിരി നേരി കാണാൻ കൊതി തോന്നുക. നില അറിയാതെ പറഞ്ഞുപോയി. എനിക്കും
അന്നേരം ഡെവിയുടെ സ്വരം അത്രയും മാത്രമായിരുന്നു. കോടതിയിൽ നിന്നും നേരെ അങ്ങോട്ടാണ് വരുന്നത്. നീ റെഡിയായി നിന്നോണം. എന്നാ വെക്കട്ടെ? ഇച്ചായ, ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഉമ്മ. ലവ് യു ടു വെണ്ണിലാവേ. ഉമ്മ ഞാൻ നേരെ തന്നോളാം. അതും പറഞ്ഞ് ഡേവിഡ് കോൾ അവസാനിപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ആദ്യം തന്നെ അശ്വതി മർഡർ കേസായിരുന്നു നടക്കുന്നത്. കഴിഞ്ഞ തവണ കോടതിയിൽ കാര്യമായി ഷൈൻ ചെയ്യാൻ പറ്റിയതിൻ്റെ അഹങ്കാരം എതിർഭാഗം വക്കീൽ രാമമൂർത്തിയുടെ മുഖത്ത് നല്ല പോലെ പ്രകടമായിരുന്നു. പ്രതിക്കൂട്ടിൽ ആൽബിയുണ്ട്. ഒരാഴ്ച കൊണ്ട് അവനാകെ മാറിയിരുന്നു. താടിയും മുടിയൊക്കെയും ആകെ അലങ്കോലായിട്ടുണ്ട്. വിധി കേൾക്കാൻ വേണ്ടി ഇത്തവണ അലീനയും ലീനയും എത്തിയിരുന്നു. കൂടെ പാപ്പച്ചനും ജേക്കബും ടോണിയും ഉണ്ട്. എന്നത്തെയും പോലെ അലോഷിയും ഡാനിയും നേരത്തെ തന്നെ എത്തിയിരുന്നു. നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് അശ്വതിയുടെ വീട്ടുകാർക്ക് എല്ലാവിധ പിന്തുണയും നൽകി സഹായിക്കുന്നത് എഡ്വിനാണ്. അതുകൊണ്ട് ഇന്ന് എഡ്വിനും ക്രിസ്റ്റിയും കൂടി എത്തിയിരുന്നു. ഡേവിഡ് ജോണിൻ്റെ പരാജയം നേരിക്കാണാൻ വേണ്ടി ഇരുവരും കാത്തിരിക്കുകയാണ്. ആൽബിക്കെതിരെ അന്ന് താൻ നിരത്തിയ തെളിവുകളെ മറികടക്കാനുള്ള തെളിവുകളൊന്നും പ്രതിഭാഗം വക്കീൽ സമർപ്പിക്കില്ല എന്ന് കരുതി രാമമൂർത്തി കൂടുതൽ വിസ്താരത്തിനൊന്നും നിന്നില്ല. പിന്നീട് ഡേവിഡിൻ്റെ ഊഴമായിരുന്നു. ഹോട്ടൽ റോയൽ സ്റ്റേയിലെ റിസപ്ഷനിലെ ജീവനക്കാരൻ പറഞ്ഞത് വെറും നുണയാണെന്നും അന്നേ ദിവസം ആൽബി അവിടെ റൂം എടുത്തിരുന്നില്ല എന്നും തെളിയിക്കലായിരുന്നു ഡേവിഡിൻ്റെ ആദ്യ ലക്ഷ്യം. ഡേവിഡ് ആദ്യം ആ റിസപ്ഷനിസ്റ്റിനെ വിസ്തരിച്ചു. അയാൾ നേരത്തെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിന്നു. യുവർ ഓണർ, ഈ കേസിന് ആസ്പദമായി മറ്റൊരു വ്യക്തിയെ കൂടെ കോടതി മുൻപാകെ ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഡേവിഡ് ജഡ്ജിന് മുന്നിൽ തൻ്റെ ആവശ്യം വ്യക്തമാക്കി. ആ നിമിഷം കോടതിയുടെ അനുമതിയോടെ സെലിനെ ഹാജരാക്കുകയായിരുന്നു. സെലിൻ പേടിയോടെ സാക്ഷിക്കൂട്ടിൽ നിൽക്കുകയാണ്. സെലിൻ്റെ നോട്ടം ആൽബിയിലേക്ക് നീണ്ടു. തീരെ പ്രതീക്ഷിക്കാതെ സെലിൻ അവിടെ കണ്ടതും ആൽബിയും ഞെട്ടലോടെ അവളെ ഒന്ന് നോക്കി. ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ ഒരു നിമിഷം കൊലുത്തു വലിച്ചതും സെലിൻ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. ഡെവിയാണ് വിസ്തരിക്കുന്നത് എന്നോർത്തപ്പോൾ സെലിന് ആശ്വാസം തോന്നി. ഡേവിഡ് അവൾക്ക് നേരത്തെ ഓരോ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തിരുന്നു. എന്താണ് പേര്? ഡേവിഡ് ചോദിച്ചു. സെലിൻ സെബാസ്റ്റ്യൻ. സെലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്നാ പറഞ്ഞോളൂ. നേരത്തെ ഹോട്ടൽ റോയൽ സ്റ്റേയിലെ ജീവനക്കാരൻ പറഞ്ഞതുപോലെ ഈ നിൽക്കുന്ന ആൽബിൻ ഡോക്ടർക്ക് അന്നേ ദിവസം ആ സമയത്ത് അവിടെ റൂം എടുക്കാൻ പറ്റില്ലായിരുന്നു. അതെന്താ സെലിൻ അങ്ങനെ പറഞ്ഞത്? ഡേവിഡ് ചോദിച്ചു. അന്നേ ദിവസം 12 മണി മുതൽ വൈകുന്നേരം 6:30 വരെ ഈ ഡോക്ടർ എൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ എങ്ങനെയാ ആ സമയത്ത് ഈ ഡോക്ടർ അവിടെ ഉണ്ടാവുക? സെലിൻ പറഞ്ഞത് കേട്ടതും കോടതി ഒന്നടങ്കം നിശബ്ദമായി. ചുമ്മാ പിച്ചും പെയും പറയാതെ കൊച്ചെന്താ വല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? വാദിഭാഗം വക്കീൽ മൂർത്തി എഴുന്നേറ്റ് നിന്ന് സെലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മിസ്റ്റർ രാമമൂർത്തി, ഇത് കോടതിയാണ്. കോടതിയിൽ മാന്യമായ ഭാഷകൾ ഉപയോഗിക്കണം. ജഡ്ജ് രാമമൂർത്തിയെ ശാസിച്ചു. ഐ ആം റിയലി സോറി യുവർ ഓണർ. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ രാമമൂർത്തിക്ക് തൃപ്തിയായി. യെസ്, സെലിൻ പറയൂ. ഡേവിഡ് തുടർന്നു. ഞാൻ പിച്ചും പെയും പറയുന്നതല്ല. സത്യമായിട്ടും ഈ ഡോക്ടർ അന്ന് എൻ്റെ കൂടെ ആയിരുന്നു. 12 മണിക്ക് ഞങ്ങൾ സൗപർണിക ടെക്സ്റ്റൈൽസിലായിരുന്നു. 1 മണിക്ക് തൊട്ടടുത്തുള്ള ഫുഡി റെസ്റ്റോറൻറ്റിലും. അത് കഴിഞ്ഞ് ഒരു 6:30 വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിലെ സ്റ്റോർ റൂമിൽ അറിയാതെ പെട്ടുപോയതാ. അത്രയും പറഞ്ഞ് സെലിൻ നിർത്തി. സെലിൻ നിർത്തിയടുത്ത് നിന്ന് ഡേവിഡ് തുടങ്ങി. യെസ് യുവർ ഓണർ, ഈ പെൺകുട്ടിയും ഈ നിൽക്കുന്ന ആൽബിൻ ഡോക്ടറും 12 മണി മുതൽ 1 മണി വരെ സൗപർണികയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ആ കടയിലെ CCTV ഫൂട്ടേജ് ദിവസവും സമയവും ലൊക്കേഷനും അടക്കമുണ്ട്. കോടതിക്ക് പരിശോധിക്കാം. കൃത്യം 1 മണിക്ക് തന്നെ ഇവർ തൊട്ടടുത്തുള്ള ഫുഡീസ് റെസ്റ്റോറൻറ്റിനകത്ത് കയറുന്ന ദൃശ്യങ്ങളും കാണാം. അത് കഴിഞ്ഞ് 1:30 ഇവർ വാഷ് ഏരിയയിലേക്ക് ചെല്ലുന്നതും കാണാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം സെലിൻ ഇയാളുടെ കൈയും പിടിച്ച് എവിടെ നിന്ന് ഓടുന്നതും കാണാം. ഇരുവരും ഓടിക്കയറി ചെന്നത് അവിടുത്തെ സ്റ്റോർ റൂമിലേക്കും. പക്ഷെ ഇവർ പോലും അറിയാതെ ആ മുറി പുറത്തു നിന്നും ലോക്കാവുകയായിരുന്നു. മുറിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലാതെ വരികയും നീണ്ട 5 മണിക്കൂർ അവരതിനുള്ളിൽ കഴിയുകയും ചെയ്തു. ഇത് സെലിൻ അന്നേ ദിവസം അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ. ഇത് ടൈം സ്റ്റാമ്പ് ആപ്പിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിൽ ഡോക്ടറുടെയും സെലിൻ്റെയും മുഖം വ്യക്തമാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മുറിയിലെ ക്ലോക്കിലെ സമയം കാണാം, 2 മണി. ഇത് മറ്റൊരു വീഡിയോ ആണ്. ടൈം 6 എന്നും ഇത് കാണിക്കുന്നുണ്ട്. ഉറങ്ങുകയാണെങ്കിലും അപ്പോഴും ഡോക്ടറുടെ മുഖം വ്യക്തമാണ്. ഡേവിഡ് പറഞ്ഞു നിർത്തി. ഇതേ സമയം ആൽബി സെലിനെ ഒന്ന് നോക്കിപ്പോയി. ആ നിമിഷം അവളും ആൽബി അറിയാതെ ഒന്ന് നോക്കിപ്പോയി. അവൻ്റെ ആ നോട്ടത്തിന് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നുവെന്ന് സെലിൻ ചിന്തിച്ചു പോവുകയായിരുന്നു. യെസ് മിലോൺ, എൻ്റെ ചോദ്യം ഇതാണ്. അന്നേ ദിവസം ഇത്രയും നേരം ഡോക്ടർ ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഹോട്ടൽ റോയൽ സ്റ്റേയിൽ റൂം എടുത്തു? ഈ പറഞ്ഞ പെൺകുട്ടിയെ പീഡിപ്പിച്ചു.
ശരിക്കും അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡേവിഡ് ജഡ്ജിന് നേരെ തിരിഞ്ഞു ചോദ്യം ഉന്നയിച്ചു. ഈ തെളിവുകളൊക്കെയും കോടതിക്ക് പരിശോധിക്കാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കാവുന്നതാണ്. ഡേവിഡ് സമർപ്പിച്ച ഈ എവിഡൻസ് ഗുമസ്തൻ ജഡ്ജിന് കൈമാറി. ജഡ്ജ് അത് പരിശോധിച്ചു. ഒബ്ജക്ഷൻ യുവർ ഓണർ. രാമമൂർത്തി ഒബ്ജക്ഷൻ പറഞ്ഞു. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. താങ്ക് യു യുവർ ഓണർ. ജഡ്ജിൻ്റെ അനുമതി കിട്ടിയതും രാമമൂർത്തി ഡെവിയെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. ശേഷം സെലിന് നേരെ തിരിഞ്ഞു. സെലിൻ ഡെവിയെ ദയനീയമായി നോക്കി. ഡേവിഡ് അവളെ നോക്കി പേടിക്കണ്ട എന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. രാമമൂർത്തി വിസ്താരം ആരംഭിച്ചു. സെലിൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. ഈ നിൽക്കുന്ന ആൽബിൻ ഡോക്ടർ സെലിൻ്റെ ആരാണ്? ബ്രദറാണോ? അല്ല. ഹസ്ബൻഡാണോ? അത് കേട്ടതും സെലിൻ ഒന്ന് ഞെട്ടി. അല്ല, അവൾ വിറയലോടെ പറഞ്ഞു. പിന്നെ ആരാ? ലവറാണോ? അല്ല, സെലിൻ തലയാനക്കിക്കൊണ്ട് പറഞ്ഞു. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ആരാ? പറ സെലിൻ. എൻ്റെ ആരുമല്ല. ആരുമല്ലേ? ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി സെലിൻ ഇത്രയും റിസ്ക് എടുക്കോ? അതൊക്കെ പോട്ടെ, സെലിൻ എന്തിനായിരുന്നു അന്ന് ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഡോക്ടറുടെ കൈയും പിടിച്ച് ആ സ്റ്റോർ റൂമിൽ ഓടിക്കയറിയത്? അത് പിന്നെ സെലിന് ഉത്തരം മുട്ടി. പറ സെലിൻ. അത് താൻ. എന്താ, പറയാൻ പറ്റാത്ത കാര്യമാണോ? പക്ഷേ ഇവിടെ പറഞ്ഞേ പറ്റൂ സെലിൻ. അല്ല, പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല, സെലിൻ നേരിയ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ പറ. അത് എൻ്റെ ബ്രദറിനെ കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ഡോക്ടറുമായി ആ മുറിയിൽ കയറിയത്. ആ സമയത്ത് എൻ്റെ ബ്രദർ അവിടെ വന്നിരുന്നു. സെലിൻ പറഞ്ഞു. ശരി, ഡോക്ടർ ആരുമല്ലെന്നല്ലേ പറഞ്ഞേ? ആരുമല്ലാത്ത ഒരാളുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുക, ഫുഡ് കഴിക്കുക, ബ്രദറിനെ കണ്ട് പേടിച്ച് റെസ്റ്റോറൻറ്റിലെ സ്റ്റോർ റൂമിൽ കയറുക, ഇതൊക്കെ എന്താണ്? ആരുമല്ലാത്ത ഒരാളുടെ കൂടെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇനി നിങ്ങൾ തമ്മിൽ പറയാൻ പറ്റാത്ത വല്ല റിലേഷനും ആണോ? സെലിൻ എടുത്ത ആ വീഡിയോയിൽ 2 മണി നേരത്തെ സംഭവങ്ങൾ കാണാം, പിന്നെ 6 മണി നേരത്തെയും. ഈ 2 മണിക്കും 6 മണിക്കിടയിൽ അവിടെ എന്താണ് നടന്നത്? അതിൻ്റെ വീഡിയോ ഇല്ലേ സെലിൻ? ആ നേരമത്രയും നിങ്ങൾ 2 പേരും അവിടെ എന്തെടുക്കുകയായിരുന്നു? അതുകൂടി വീഡിയോ എടുത്ത് വെക്കണ്ടേ സെലിൻ? എങ്കിലല്ലേ കാര്യങ്ങളൊക്കെയും ഒന്നുകൂടി വ്യക്തമാവുള്ളൂ. ഈ ഡോക്ടർക്ക് നിന്നെ എന്തൊക്കെയാ ചെയ്തേ? ഒരു മുറിയിൽ ഒരു ആണും പെണ്ണും അത്രയും നേരം ഒരുമിച്ചുണ്ടായ എന്താ നടക്കുകയെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. യെസ് യുവർ ഓണർ. ഇതിൽ നിന്ന് നമുക്ക് ഡോക്ടർ ആൽബിനെ പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പെൺകുട്ടി പറയുന്നത് പലതും കള്ളാണ്. ഈ കുട്ടിയും ഈ ഡോക്ടറും തമ്മിൽ അരുതാത്ത എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ബ്രദറിനെ കണ്ടപ്പോൾ പേടിച്ചോടിയത്. പിന്നെ ഈ കുട്ടി സമർപ്പിച്ച ആ വീഡിയോ അത് അന്ന് തന്നെ എടുത്തതാണെന്ന് ഇവർ പറയുന്നതല്ലേ? ഇന്നത്തെ ഈ നവയുഗത്തിൽ സമയവും ഡേറ്റും മാറ്റാനാണോ പാട്? ഇതൊക്കെ കേട്ടതും സെലിൻ ആകെ തളർന്നു പോയിരുന്നു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. തനിക്ക് വേണ്ടി അവൾ എല്ലാവരുടെയും മുന്നിൽ മോശം പെൺകുട്ടിയായി നിൽക്കേണ്ടി വന്നത് കണ്ടപ്പോൾ ആൽബിക്ക് അവളോട് സഹതാപം തോന്നി. ആ നിമിഷം ഡേവിഡ് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്തു. ഡാനി പല്ലെറിഞ്ഞു നിൽക്കുന്നത് കണ്ടതും അലോഷ് അവൻ്റെ തോളിൽ തട്ടി. ആ വക്കീൽ ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡാനി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡേവിഡ് ഒബ്ജക്ഷൻ പറഞ്ഞു. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. ഡിഫൻസ് കൗൺസിൽ, യു ക്യാൻ പ്രൊസീഡ്. രാമമൂർത്തി സാറ് കോടതിക്ക് മുന്നിൽ കുറച്ച് മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. രാമമൂർത്തി സാറിന് ചില കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ഭയങ്കര താല്പര്യമാണല്ലോ, ഡേവിഡ് കൊള്ളിച്ച് പറഞ്ഞു. അന്നവിടെ എന്ത് നടന്നു എന്നതല്ല ഇവിടെ മുഖ്യം, അന്നവിടെ ഡോക്ടർ ഉണ്ടായോ എന്നാണ്. ഇനിയിപ്പോൾ അവിടെ എന്ത് നടന്നു എന്ന് സാറിന് അറിഞ്ഞേ പറ്റൂ എന്നാണെങ്കിലേ കാണിച്ചു തന്നേക്കാം. ഇത് നവംബർ 8, അതായത് നഴ്സ് അശ്വതി ഡോക്ടർ ആൽബിക്കെതിരെ പീഡന കേസ് ഉന്നയിച്ച ആ ദിവസത്തിലെ ഹോട്ടൽ ഫുഡീസിലെ സ്റ്റോർ റൂമിലെ CCTV ഫൂട്ടേജാണ്. ശരിക്കും പറഞ്ഞാൽ ആ മുറിയിൽ ക്യാമറയുണ്ടോ എന്ന് ഇവിടുത്തെ സ്റ്റാഫിന് പോലും അറിയില്ല. ആ രീതിയിലാണ് ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നത്. ആൽബിയും സെലിനും ആ ക്യാമറ കണ്ടിരുന്നില്ല. ഇത് റെസ്റ്റോറൻറ്റിലെ കിച്ചൺ സ്റ്റോർ റൂം അല്ല, മറ്റ് പല സാധനങ്ങളും സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഒരിക്കൽ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഈ മുറിയിൽ നിന്നും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഹോട്ടൽ അധികൃതരുടെ കണ്ണിൽപ്പെട്ടിരുന്നു. അതിനാലാണ് ഈ രഹസ്യ ക്യാമറ അവരവിടെ വെച്ചത് പോലും. ഈ ഒരു വീഡിയോയും ഹോട്ടൽ അധികൃതരുടെ കണ്ണിൽപ്പെട്ടിരുന്നു. ആൽബിയും സെലിനും എന്തിനവിടെ കയറി എന്നവർ ചിന്തിച്ചിരുന്നു. ഇത് പുറത്തു പോയാൽ തങ്ങളുടെ സ്ഥാപനത്തിന് അതൊരു നെഗറ്റീവ് ആയേക്കാമെന്ന് കരുതി അവർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. പിന്നെ വീഡിയോയിൽ എന്തും മോശമായി അവർ കണ്ടില്ല, അതുകൊണ്ട് അവരത് കാര്യമായി എടുത്തിരുന്നില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായത് മാത്രമാണ് അവർ ഈ ഫുട്ടേജ് നമുക്ക് തന്നത് പോലും. അത്രയും പറഞ്ഞ് ഡേവിഡ് എല്ലാവരും കാണിക്കെ തൻ്റെ കയ്യിലെ പെൻഡ്രൈവ് അവിടെ ഘടിപ്പിച്ചുള്ള LED സ്ക്രീനുമായി കണക്ട് ചെയ്തു. വീഡിയോ പ്ലേ ആയി. മുറിയിലേക്ക് ഓടിക്കയറുന്ന ആൽബിയും സെലിനും, മുറിയിൽ അകപ്പെട്ട ആൽബിയും സെലിനും ഡോർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാം. ശേഷം ആൽബി സെലിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്.
അവൻ്റെ മുഖഭാവം കണ്ടാൽ അറിയാൻ തട്ടിക്കയറുകയാണെന്ന്. ഇരുവരും അവിടെയുള്ള കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ സെലിൻ തൻ്റെ ഫോൺ എടുത്ത് ഞെക്കി കളിക്കുന്നത് കാണാം. പിന്നീട് സെൽഫി എടുക്കുന്നത് കാണാം, അതും പല പോസിൽ. കുറച്ച് കഴിഞ്ഞതും ആൽബി ഇരുന്ന് മയങ്ങുന്നത് കാണാം. ആ നേരത്തെ സെലിൻ ഇരുവരും വരുന്ന രീതിയിൽ കുറച്ച് അകലം പാലിച്ചു വീഡിയോയും ഫോട്ടോയും എടുക്കുന്നുണ്ട്. പിന്നെ മുറിയിലെ ക്ലോക്കിലേക്ക് ഫോൺ കാട്ടുന്നുണ്ട്. വീഡിയോ സ്പീഡിലായിട്ടാണ് പോകുന്നുള്ളത്. ഇതൊക്കെ കണ്ടതും ആൽബി സെലിനെ നോക്കിപ്പോയി. അവൾ ഇതൊന്നും കാണാനാവാതെ തലയും താഴ്ത്തി നിൽപ്പാണ്. ആൽബിയുടെ വീട്ടുകാർ മുഴുവനും വീഡിയോ ശ്രദ്ധയോടെ കാണുന്നുണ്ട്. രാമമൂർത്തി സാറിന് ഞാൻ ഈ വീഡിയോ അയച്ചു തരുന്നുണ്ട്. വീട്ടിൽ പോയി വിശദമായി കണ്ടു നോക്ക്, അന്നവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ഡേവിഡ് രാമമൂർത്തിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. സെലിനും ഈ ഡോക്ടറും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞത് സത്യമാണ്. സെലിൻ്റെ അമ്മച്ചി ആൽബിൻ ഡോക്ടറുടെ പേഷ്യൻ്റാണ്. നവംബർ 8 സൗപർണികയിൽ വെച്ച് സെലിനെ ഡോക്ടർ കണ്ടപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് സെലിനോടൊരു സഹായം ചോദിക്കുന്നത്. ഡോക്ടറുടെ സഹോദരൻ്റെ വൈഫിന് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ ഒരു ഡ്രസ്സ് വേണം. ഡോക്ടർക്ക് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുത്ത് പരിചയമില്ല. ആ നേരത്താണ് സെലിനെ കാണുന്നത്. സെലിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ സെലിൻ സമ്മതിച്ചു. ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നേരാണ് സെലിൻ്റെ സഹോദരനും വുഡ്ബിയും അങ്ങോട്ട് വരുന്നത്. തൻ്റെ സഹോദരൻ തന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് കരുതി സെലിൻ അവർ കാണാതെ പുറത്ത് കടന്നു. തനിക്കൊരു സഹായം ചെയ്ത സെലിന് ഡോക്ടർ ഫുഡ് ഓഫർ ചെയ്തപ്പോൾ സെലിൻ നിഷേധിച്ചു. ആ നേരത്താണ് തൻ്റെ സഹോദരൻ്റെ ഭാവി വധു ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അന്നേരം അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി സെലിൻ്റെ മുന്നിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറുക. അങ്ങനെ സെലിൻ ഡോക്ടറുടെ ഓഫർ സ്വീകരിച്ചു. ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം കൃത്യമായി സഹോദരനും വുഡ്ബിയും അങ്ങോട്ട് വരുന്നു. ആ നേരം അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ ശരിയാവില്ല എന്ന് കരുതിയാണ് സെലിൻ ഡോക്ടറുമായി അന്നേരം മുന്നിൽ കണ്ട ഒരു മുറിയിൽ കയറുന്നത്. ആ നിമിഷം സെലിൻ്റെ മുന്നിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഒരാളെയും പ്രണയിക്കില്ലെന്ന് വാക്കുകൊടുത്ത തൻ്റെ ചേട്ടൻ ഒരു നിമിഷം പോലും തന്നെ സംശയിക്കരുത്. അതുമല്ല ഈ ആൽബിൻ ഡോക്ടറും തൻ്റെ സഹോദരനും തമ്മിൽ അത്ര രസത്തിലല്ലെന്ന് സെലിന് അറിയാമായിരുന്നു. പക്ഷെ ഡോക്ടർ ആൽബിന് സെലിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, പേര് പോലും. അങ്ങനെ അറിയാൻ മാത്രമുള്ള ബന്ധമൊന്നും അവർ തമ്മിൽ ഇല്ലായിരുന്നു എന്നതാണ് സത്യം, ഡേവിഡ് വ്യക്തമാക്കി. യുവർ ഓണർ, ഇനി നമുക്ക് ഹോട്ടൽ റോയൽ സ്റ്റേയിലെ ഈ ഒരു ഫൂട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ആ നിമിഷം ആ വീഡിയോ സ്ക്രീനിൽ തെളിഞ്ഞു. ഇതാണ് വാദിഭാഗം വക്കീൽ സമർപ്പിച്ച ആ വീഡിയോ. ഇതിലെ സ്ത്രീ മരിച്ച അശ്വതിയാണെന്ന് വ്യക്തമാണ്. വീഡിയോയിൽ മുഖം വരാൻ വേണ്ടിയാണോ ഈ സ്ത്രീ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കുന്നത് എന്ന് പോലും സംശയമാണ്. എല്ലാം ഒരു പ്ലാനിംഗ് പോലെ. പക്ഷേ ഇവിടെ പുരുഷന്റെ മുഖം വ്യക്തമല്ല. ഹോട്ടൽ റെക്കോർഡ്സിലെ പേരും ഒപ്പും കൈയക്ഷരവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ഡോക്ടർ ആൽബിൻ ആണെന്ന നിഗമനത്തിൽ എത്തിയിരുന്നത് പോലും. ഞാൻ ഈ വീഡിയോ സൂം ചെയ്യാം. നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിലെ വ്യക്തി പേരും അഡ്രസ്സും എഴുതുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണെന്ന്. നമ്മളെല്ലാവരും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതുന്നത്. ബട്ട് ഡോക്ടർ ആൽബിൻ എഴുതാൻ ഒരിക്കലും റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാറില്ല. യെസ്, ഡോക്ടർ ആൽബിൻ ഈസ് എ ലെഫ്റ്റ് ഹാൻഡഡ് റൈറ്റർ. അല്ല ഡോക്ടറെ, ഡേവി ആൽബിക്ക് നേരെ തിരിഞ്ഞോട് ചോദിച്ചു. യെസ് ആണ്, ആൽബി പറഞ്ഞു. ഈ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ആൽബിൻ ഏത് കൈ കൊണ്ടാണ് എഴുതുന്നതെന്ന്. ആൽബി തൻ്റെ OP റൂമിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ഒരുപാട് വീഡിയോസ് അവിടെ മിന്നി മാഞ്ഞു. വേണമെങ്കിൽ കോടതിക്ക് ഈ നിമിഷം ആൽബിൻ ഡോക്ടർ എഴുതുന്നത് പരിശോധിക്കാം. ആ നിമിഷം ഗുബസ്തൻ ആൽബിക്ക് മുന്നിൽ പേപ്പറും പേനയുമായി ചെന്നു. പേരും ഒപ്പം ഇടാൻ നിർദ്ദേശിച്ചതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആൽബി എഴുതുകയും ചെയ്തു. ആ നേരത്താണ് രാമമൂർത്തി മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ റെക്കോർഡ്സിലെ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സിഗ്നേച്ചർ അത് കറക്റ്റ് ഡോക്ടറുടേതാണ്. അതിനെക്കുറിച്ച് എന്താണ് മിസ്റ്റർ ഡേവിഡിന് പറയാനുള്ളത്? എൻ്റെ രാമമൂർത്തി സാറേ, ഈ നവയുഗത്തിൽ കൈയക്ഷരവും ഒപ്പം പകർത്താനാണോ പാട്? ഡേവിഡിൻ്റെ ചോദ്യത്തിന് മുന്നിൽ രാമമൂർത്തി ഒന്ന് പതറി. യെസ് യുവർ ഓണർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഹോട്ടൽ റെക്കോർഡ്സിൽ എഴുതിയ ഡോക്ടർ ആൽബിയുടെ പേരും ഒപ്പം കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അത് തെളിയിക്കാൻ വേണ്ടി ഒരാളെ കൂടെ ഇവിടെ ഹാജരാക്കാൻ കോടതി അനുമതി നൽകണം. ആ നിമിഷം ജഡ്ജ് അനുമതി നൽകി. സാക്ഷിക്കൂട്ടിൽ ഒരാൾ കൂടി വന്നു നിന്നു. ഒരു ഫ്രീക്കൻ പയ്യൻ. അയാളെ കണ്ടതും ചില മുഖങ്ങളിൽ പരിഭ്രമം നിറഞ്ഞു. ഇത് റോക്കി, ആളൊരു സെറോക്സ് ഷോപ്പ് നടത്തുന്നു. ആരുടെ കൈയക്ഷരവും ഒപ്പും അനായാസം പകർത്താൻ കഴിയുള്ള ആളെ. ഇതിനിടയിൽ ഇതൊരു സൈഡ് ബിസിനസ്സായി കൊണ്ട് നടക്കുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത പണം കൈപ്പറ്റിക്കൊണ്ട് ആവശ്യാനുസരണം ആരുടെ കൈയെഴുത്തും സൈനും അതുപോലെ പകർത്തി കൊടുക്കുന്നു. ആൽബി ഹോട്ടൽ റോയൽ സ്റ്റേയിൽ ചെന്നിട്ടില്ല എങ്കിൽ ആൽബിയുടെ കൈയക്ഷരം എങ്ങനെ അവിടെ വന്നു എന്ന ചോദ്യം എൻ്റെ മനസ്സിലുദിച്ചു. അതെത്തി നിന്നത് റോക്കിയിലും. എൻ്റെ ഒരു സുഹൃത്ത് ആൽബിയുടെ പേരും സൈനും വരുന്ന ഒരു പേപ്പറുമായി റോക്കിയെ കാണാൻ ചെന്നു. അത് അതുപോലെ പകർത്താനും ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യം ആൾ ചെറുതായി ഉടക്കിയെങ്കിലും പണം ഓഫർ ചെയ്തപ്പോൾ ഇവൻ സമ്മതിച്ചു. ഈ ഡോക്ടറുടെ പേരിനൊപ്പിനും ഇത്രയ്ക്കും ഡിമാൻഡോ? ഈ ഒരു ഡയലോഗ് ഇവൻ്റെ വായിൽ നിന്നും ആ നിമിഷം വീണു പോവുകയായിരുന്നു.
ഞങ്ങൾക്ക് എന്താണ് ആവശ്യം ആ പോയിന്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇവൻ അപ്പം തന്നെ പൊക്കി 2 കൊടുക്കുകയും ചെയ്തപ്പോൾ സത്യം തുറന്നു പറഞ്ഞു. ഡോക്ടർ ആൽബിൻ്റെ പേരും ഒപ്പം പകർത്തി തരണം എന്നും പറഞ്ഞ് ഒരു ബുക്കുമായി ഒരു സ്ത്രീ വന്നിരുന്നുവെന്നും നല്ല കാശ് കിട്ടിയപ്പോൾ ചെയ്തു കൊടുത്തെന്നും ഞങ്ങളോട് ഇവൻ സമ്മതിച്ചു. ഡേവിഡ് അവിടെ പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് റോക്കി കോടതിയിൽ സമ്മതിക്കുകയായിരുന്നു. ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ആൽബിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സൈൻ റോക്കി കോടതിക്ക് മുന്നിൽ പകർത്തി എഴുതി. ഒപ്പം രാംമൂർത്തിയുടെയും. ഇത് പരിശോധിച്ച ജഡ്ജ് റോക്കിയെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. ഇനി ആരാണ് ആ സ്ത്രീ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതാരാണെന്ന് റോക്കി തന്നെ പറയട്ടെ, ഡേവിഡ് പറഞ്ഞു. റോക്കി, ആരായിരുന്നു ആ സ്ത്രീ? ഇവിടെ എവിടെയെങ്കിലും റോക്കിക്ക് ആളെ കാണാൻ പറ്റുന്നുണ്ടോ? ഡേവിയുടെ ചോദ്യം കേട്ട് റോക്കി ചുറ്റും നോക്കി. അവൻ്റെ കണ്ണുകളിൽ എത്തി നിന്നത് നഴ്സ് സുജയിലും. റോക്കി ചൂണ്ടിക്കാട്ടിയത് പ്രകാരം സുജയെ വിസ്തരിക്കാൻ വേണ്ടി അവിടെ ഹാജരാക്കി. ഡേവിയുടെ നോട്ടത്തിന് മുന്നിൽ സുജ വിറയ്ക്കാൻ തുടങ്ങി. ഇതേസമയം കാര്യങ്ങളൊക്കെയും കൈവിട്ട് പോവുകയാണോ എന്നോർത്ത് എഡ്വിനും ക്രിസ്റ്റിയും മൂർത്തിയെ ദഹിപ്പിച്ചു നോക്കി.